വെൽക്കം ബാക്ക് ടു സേറ ക്രിയേഷൻസ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടൊരു ക്രാഫ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂസ് പേപ്പറാണ് ആദ്യമായി വേണ്ടത്. ന്യൂസ് പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതൊരു ഈക്വൽ സൈസിൽ കട്ട് ചെയ്തെടുക്കണം. അതൊരു ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഒരു 3 ഡിവിഷൻസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതാകുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിൽ നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രഷസ്, പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ ബ്രഷസ് വേണം. അതുപോലെ നമുക്ക് അക്രിലിക് കളേഴ്സ് വേണം, ഒട്ടിക്കാനായിട്ട് പശ, സിസേഴ്സ്, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ സ്വീക്കൻസോ നമുക്കല്ലെങ്കിൽ ഇതുപോലത്തെ വൈറ്റ് കളർ സ്ട്രിപ്ഡ് ബീഡ്സോ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഈ സ്ട്രിപ്സ് എടുത്തിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് ചെറിയ സ്റ്റിക്സ് പോലെ ആക്കണം. അതിന് നമ്മൾ ഈ കോർണറിൽ നിന്ന് ഒരു ഈർക്കിലിയോ അതുപോലെ ചെറിയ 0 സൈസ് ബ്രഷിൻ്റെ ആ ഒരു ടിപ്പ് വെച്ചിട്ടോ നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ റോൾസ് കിട്ടും. ഇതുപോലത്തെ ഒരു 20 എണ്ണമെങ്കിലും നമ്മളത് റോൾ ചെയ്തെടുക്കേണ്ടതാണ്. ഇതുപോലെ നമ്മളൊരു 4 എണ്ണം ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് ബെൻഡ് ചെയ്ത് എടുക്കണം. എന്നിട്ട് ഈ ബെൻഡ് ചെയ്തതിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മളൊരു ഇതുപോലത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന റോള് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഏകദേശം ആ 4 എണ്ണത്തിൻ്റെയും സെൻറ്ററിലായിട്ട് ഒരു നീളത്തിൽ ഒരെണ്ണം കൂടെ വെച്ച് കൊടുക്കുക. നമ്മളിതിൻ്റെ മേളിലാണ് എന്നിട്ട് ഇതിന് ഹെഡ് വെച്ച് കൊടുക്കുന്നത്. ഹെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ടിപ്പിലേക്ക് വേറൊരു റോള് വെച്ചിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുക്കണം, ഒരു ഹെഡിൻ്റെ ഏകദേശം ഒരു ഷേപ്പിൽ വേണ്ടി. ഇനി നമ്മളത് ഹെഡിൻ്റെ ഫുള്ള് ചുറ്റി കൊടുക്കണം. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് പ്ലെയിൻ പേപ്പർ എടുത്തിട്ട് നമ്മളതിൻ്റെ മേലെ ഒന്ന് കവറപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആ ബെൻസ് കാണാതിരിക്കാനായിട്ട്. കുറച്ച് താഴെയായിട്ട് നമ്മളൊരു റബ്ബർ ബാൻഡും കൂടെ സെറ്റ് ചെയ്തു. നമുക്ക് ഒരു സ്കേർട്ട് പോലെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഞാൻ ഒരു ചെറിയ പേപ്പർ സ്ട്രിപ്പിൽ ഇതുപോലെ റോൾസ് വെച്ചിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ഒരു സ്ട്രിപ്പ് മാത്രം ഇതിൻ്റെ മേലെ നമ്മുടെ പാവയുടെ മേലെ വഴി ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അതാണ് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ്. ഇനി നമുക്ക് ഇതിന് ഗ്യാപ്സ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റോൾസിൽ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെറിയ ഗ്യാപ്സ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ വേറെ പീസസ് വെച്ച് കൊടുക്കാം. അതാകുമ്പം നമുക്കത് ഫില്ലായി കിട്ടും. നല്ല റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ബോഡി നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ ഈ ഡോളിൻ്റെ താഴെവശം പല ഹൈറ്റാണുള്ളത്. അതൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് താഴെ വയ്ക്കാനാണേലും ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ അടിവശം നന്നായിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് പാവയ്ക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്പ് ഉണ്ടാക്കണം. അതിന് നമ്മൾ ഇതുപോലെ ഒരു റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ എടുത്തു. എന്നിട്ട് പയ്യെ ചുരുട്ടി അതൊരു സർക്കുലർ ഷേപ്പിലാക്കി എടുക്കുക. ഒരു 3 എണ്ണം 2-3 സ്ട്രിങ് മതിയായിരിക്കും നമുക്ക് തൊപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനൊരു ഒരെണ്ണം തൊപ്പിക്ക് വേണ്ടിയിട്ടും ഒരെണ്ണം ബേസിന് വേണ്ടിയിട്ടും ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 എണ്ണം ഉണ്ടാക്കി നമുക്ക് ഷേപ്പ് ചെയ്ത് തൊപ്പിയായിട്ട് ഉപയോഗിക്കാം. രണ്ടാമത്തേത് നമുക്ക് ബേസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ പാവയുടെ അടിവശത്ത് ഇങ്ങനെ ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് പശ തേച്ചിട്ട് ഒന്ന് അടുക്കി ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളത് ഫെവിക്കോൾ അതിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ഗ്യാപ്സിലെല്ലാം പുരട്ടിയിട്ട് ഇതുപോലെ കുറച്ച് നേരം പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അടുങ്ങിയിരുന്നുള്ളൂ. ഏകദേശം നമ്മളെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചു. ഇനി തൊപ്പിയും കൂടെ സ്റ്റിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ബാക്കി കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ സ്കേർട്ടിന് റെഡ് കളറാണ് കൊടുക്കുന്നത്. ബ്രൈറ്റ് കളേഴ്സാണ് ഈ ആഫ്രിക്കൻ മോഡൽസിന് സാധാരണ നമ്മൾ അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളേഴ്സായിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ റെഡ്, യെല്ലോ, ബ്ലൂ, ഗ്രീൻ, ഓറഞ്ച് ഒക്കെയാണ് മെയിൻലി നമ്മൾ കണ്ടുവരുന്നത്. ഷർട്ടിനപ്പം ഞാൻ റെഡ് കളർ കൊടുത്തു. ഇനി ബോഡിക്ക് ഞാൻ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇനി സ്കിൻ ടോൺ കൊടുക്കണമെങ്കിൽ സ്കിൻ ടോൺ കൊടുക്കാം. ഞാനിപ്പം ബ്ലാക്കാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഡ്രസ്സിൻ്റെ ബാക്കി ഭാഗം, അതായത് ബ്ലൗസ് പോർഷൻ വരുന്നത് വേറൊരു നെക്സ്റ്റ് വൈബ്രൻറ്റ് കളർ കൊടുക്കാം. അത് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് യെല്ലോ ആണ്. യെല്ലോ ഫുള്ള് നമ്മൾ അടിച്ചു കൊടുക്കണം.
പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് ഡെക്കറേഷൻസിനുള്ള സമയമാണ്. ഞാനിപ്പം ഈ ബീഡ്സിൻ്റെ സ്ട്രിപ്പാണ് യൂസ് ചെയ്യുന്നത് സ്കേർട്ട് ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്. റെഡ് കളറിൽ വൈറ്റ് കളർ ബീഡ്സ് വരുമ്പോഴത്തേക്ക് നല്ല ഒരു ഭംഗിയായിരിക്കും. സോ ഞാനത് വൈറ്റ് സെലക്ട് ചെയ്തു. ഞാനതൊന്ന് ശരിക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ ആഫ്രിക്കൻ ലേഡിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് തൊപ്പിയും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. തൊപ്പി നമുക്കൊന്ന് എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷൻസ് ചെയ്യാം. ഞാനിപ്പം ബീഡ്സ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ ബ്ലാക്ക് കളർ സ്ട്രൈപ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇത് നമ്മുടെ ആഫ്രിക്കൻ ലേഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇതുപോലത്തെ 2-3 ടൈപ്പ് മോഡൽസ് പല പല രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഷോ പീസായിട്ട് വെക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.